സംഗീതം അത് ദൈവീകമായ ഒരു ഔഷധമാണ്. മനസ്സിന് ആശ്വാസമേകുന്ന ദിവ്യ ഔഷധം, ഒപ്പം ശാന്തിയും സമാധാനവും നൽകുന്ന ഔഷധം. ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ചൊരിയുന്ന അനന്ത സ്നേഹത്തിന് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പി ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹായ് മോളെ. ഹലോ. എന്താ മോളുടെ പേര്? എൻ്റെ പേര് ഫെബ. ഫെബ എവിടുന്നാ വരുന്നത്? എരുമേലി. എരുമേലി. മോളുടെ പള്ളിയിൽ കവറിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്, പാടാറുണ്ട്. അപ്പൊ ഫെബ ഇതിനു മുന്നേ നമ്മുടെ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ഒരുപാട് തവണ പാടിയിട്ടുണ്ടല്ലേ? ഉണ്ട്, പാടിയിട്ടുണ്ട്. ഓക്കെ. ഇന്ന് മോൾ ഇത് പാട്ട് എവിടെ പാടുന്നത്? ഇന്ന് അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി. ഓക്കെ. ഈ പാട്ട് ഒറിജിനൽ ആയിട്ട് പാടിയതാരാണെന്ന് മോൾക്കറിയാം? ചിത്രശേഷിയാണ് പാടിയിരിക്കുന്നത്. ഇതല്ലേ? ഓക്കെ. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്? ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് തവണ പാടിയതുകൊണ്ട് ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല, കൂളാണ്. ഇല്ലില്ല. ഓൾ ദി ബെസ്റ്റ് ഫെബ. താങ്ക് യു. ഫെബയുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈശോയുടെ തിരുരൂപമാണ് നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആ തിരുരൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. വാനമേഘത്തിരമുകളിൽ ഒടുവിൽ നീ വരവാകുമ്പോൾ യോഗയെല്ലെന്നറിയുകിലും ഒരു നേരം വിളിയോർത്തു ഞാൻ. ഏവമെന്നെ കരുനീടാൻ ചോരവാർന്നോരുടയോനേ, എന്നിൽ ഒരു നാളും കാണുകില്ലേ കുറവുകളെ. അലിവൊഴുകും തിരുരൂപം
ഹായ് ഓൾ. ഹലോ, ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ഫെബ, ഞാൻ വരുന്ന എരുമേലിയിൽ നിന്നാണ്. ഓക്കെ. എൻ്റെ പേര് നോയൽ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അൻമേരി, കൊല്ലത്ത് നിന്ന് വരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ എന്ന പാട്ടാണ് ഞങ്ങളിവിടെ പാടാൻ പോകുന്നത്. ഓക്കെ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളെ കട്ടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കോറസും ഓർക്കസ്ട്ര ടീമും എല്ലാവരും സെറ്റാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ റെഡി അല്ലേ? ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും വേദനകളും എല്ലാം കാണുന്ന നാഥന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. ശക്തി പകരൂ നാഥ, ഉള്ളിനുള്ളിലുണ്ടേ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നേരിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനായി യേശുവേ. ജീവിതയാത്രതൻ ലക്ഷ്യം മറന്നു ഞാൻ അതിദൂരം ഓടി വിവശനാ, വില ചെയ്തു വലഞ്ഞെൻ്റെ പാണികൾ തളർന്നു പോ
അസ്വസ്ഥവ്യാധികൾ എന്നിൽ പടരവേ നോവേറ്റു പിടയുന്നു ഞാൻ. ഉള്ളം കാണുന്ന നാഥ, കാരുണ്യമേകൂ നാഥ, ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനായി യേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനായി യേശുവേ. ഹലോ, ഹായ്, എന്താ ചേട്ടൻ്റെ പേര്? ഇഗ്നേഷ്യസ്, ചേട്ടൻ എവിടുന്നാ വരുന്നത്? ആലപ്പുഴയിൽ നിന്ന്. ഓക്കെ, ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ടോ? അതെ, വർക്ക് ചെയ്യാണ്, സ്കൂൾ ടീച്ചറാണ്. ഓ, അടിപൊളി. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ആലപ്പുഴയിലെ കാട്ടൂർ ഹോളി ഫാമിലി സ്കൂളിൽ. ചേട്ടൻ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ അധ്യാപന ജീവിതത്തിൻ്റെ ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ? സമയം കണ്ടെത്താറുണ്ട്. കണ്ടെത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വേദിയിൽ ഏത് പാട്ടാണ് പാടുന്നത്? ഹൃദയം ഒരു കനലായി എരിയും. ഓക്കെ, പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഉണ്ട്. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല, സെറ്റാണ്. സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. താങ്ക് യു. ദൈവസ്നേഹം വിളിച്ചോതുന്ന ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. ഹൃദയം ഒരു കനലായി എരിയും നേരമെന്നിൽ നിറയൂ സ്നേഹമേ നീ മനസ്സിൽ കുളിർമഴയാ എൻ ജീവനിൽ സാന്ത്വനമായി വന്ന കാരുണ്യമേ സുഹൃതങ്ങളായി മാറ്റണമേ തന്ന ദാനങ്ങളെ ഹൃദയം ഒരു കനലായി എരിയും നേരമെന്നിൽ നിറയൂ സ്നേഹമേ നീ
കനലായി എരിയും നേരമെന്നിൽ നിറയൂ സ്നേഹമേ നീ മനസ്സിൽ കുളിർ മഴയാ. അലിവോടെ നീ കൃപ ചെയ്യണമേ നിൻ സ്നേഹമനുഭവിപ്പാൻ. ബലിവേദിയായി നീ മാറ്റണമേ എൻ ഹൃത്തടം എന്നും. കുരിശിൻ്റെ ഹൃദയത്തിൽ നീയേറ്റ നൊമ്പരങ്ങൾ എനിക്കായി എന്നറിയുന്നു. നിൻ സ്നേഹമാണെന്നും നാഥ നീ എന്നിൽ അലിവോടെ വന്നിറങ്ങൂ. ഇനിമേൽ ഞാനെന്നും നിൻ സ്നേഹം പകർന്നിടും. ഹൃദയം ഒരു കനലായി എരിയും നേരമെന്നിൽ നിറയൂ സ്നേഹമേ നീ മനസ്സിൽ കുളിർ മഴയാ. എൻ ജീവനിൽ സാന്ത്വനമായി വന്ന കാരുണ്യമേ സുകൃതങ്ങളായി മാറ്റണമേ തന്ന ദാനങ്ങളെ. ഹൃദയം ഒരു കനലായി എരിയും നേരമെന്നിൽ നിറയൂ സ്നേഹമേ നീ മനസ്സിൽ കുളിർ മഴയാ. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൈവവചനം സൗഖ്യദായകമാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകൾ, നമ്മുടെ ജോലി, കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്താലാണ്. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം
ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത ആഴ്ചയും കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച്.